ഹലോ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന അടുത്ത കാറ്റഗറി ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആയ ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. നമ്മൾ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ്, അതായത് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നറിയപ്പെടുന്ന ഇഫ് എൽസ്, സ്വിച്ച് എന്നീ സ്റ്റേറ്റ്മെൻറ്റ്സിനെ പറ്റി കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നറിയപ്പെടുന്ന മൂന്ന് സംഭവങ്ങളാണ്: ഫോർ, വൈൽ, ഡു വൈൽ. ഇതിൽ ഈ വൈലും ഡു വൈലും ഏകദേശം സെയിം ആണ്, ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമുക്കാദ്യം വൈൽ എന്ന് പറയുന്ന ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ്, ഈ ലൂപ്പ് എന്ന് പറയുന്നതിൻ്റെ മീനിങ് നിങ്ങൾക്ക് ഏകദേശം അറിയാമല്ലോ, ഒരു സൈക്ലിക് പ്രോസസ്സ് എന്നൊക്കെ പറയാം നമുക്ക്. അപ്പോൾ ഈ ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആയ ഫോർ, വൈൽ, ഡു വൈൽ എന്നീ സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്നത് ആക്ച്വലി നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിപ്പീറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയാണ്. ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഈ ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ. അത് ഒന്നിൽ കൂടുതൽ തവണ സെയിം സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നെ റിപ്പീറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യേണ്ടി വരും. എന്തെങ്കിലും ഒരു കണ്ടീഷൻ പറഞ്ഞിരിക്കും, ആ കണ്ടീഷൻ ട്രൂ ആയിരിക്കണത്തോളം കാലം അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ എത്ര തവണ റിപ്പീറ്റ് ചെയ്യണം എന്നൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ നോക്കും പ്രോഗ്രാമിൽ. അങ്ങനെ എത്ര തവണ റിപ്പീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കണ്ടീഷൻ സ്പെസിഫൈ ചെയ്തിരിക്കും, ആ കണ്ടീഷൻ്റെ ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കുന്നിടത്തോളം കാലം അത് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. എപ്പോഴാണോ കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ആവുന്നത് അവിടെ വെച്ച് ആ ലൂപ്പ് ടെർമിനേറ്റ് ആവുള്ളൂ. അപ്പോൾ അങ്ങനെ കുറച്ച് സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ്, ഒന്നോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിപ്പീറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന സംഭവം ഉപയോഗിക്കുന്നത്. അതിൻ്റെ അകത്താണ് ഈ ഫോർ, വൈൽ, ഡു വൈൽ എന്നീ സ്റ്റേറ്റ്മെൻറ്റ്സ് വരുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൈൽ എന്ന സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് നമുക്ക് പഠിച്ചു തുടങ്ങാം. വൈൽ എന്ന സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സിൻറ്റാക്സ് ആണ് ഇവിടെ ഈ കൊടുത്തിരിക്കുന്നത്. വൈൽ എന്ന സ്റ്റേറ്റ്മെൻറ്റിനെ പറ്റി തിയറി ചോദിക്കുകയാണെങ്കിൽ ഈ സിൻറ്റാക്സ് ഒക്കെ ഇങ്ങനെ എഴുതേണ്ടി വരും. ഇതിൽ നമ്മൾ കീവേഡ് വൈൽ എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റിൻ്റെ അകത്തൊരു ടെസ്റ്റ് കണ്ടീഷൻ, എന്തെങ്കിലും ഒരു എക്സ്പ്രഷൻ നമ്മൾ മെൻഷൻ ചെയ്യും. ഇതുപോലത്തെ ഒരു സാമ്പിൾ ടെസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്ന സാമ്പിൾ എക്സ്പ്രഷൻസ് ആണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ഈ സംഭവം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലായി, നമ്മൾ നേരത്തെ കണ്ടത് തന്നെയാണ്. ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൂടെയൊക്കെ കണ്ടതുപോലത്തെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5, എക്സ് ഈക്വൽ ടു 10, എ ഗ്രേറ്റർ ദാൻ 20, ബി ലെസ് ദാൻ 15 എന്നൊക്കെ. ഈ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒന്നുകിൽ ട്രൂ അല്ലെങ്കിൽ ഫാൾസ് ആയിരിക്കും. നമ്മൾ ഇഫ് സ്റ്റേറ്റ്മെൻറ്റൊക്കെ കണ്ടതുപോലെ തന്നെ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒന്നുകിൽ ട്രൂ അല്ലെങ്കിൽ ഫാൾസ്. ഇതെന്ന് പറയുന്നത് എക്സിൻ്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5, അതിൻ്റെ വാല്യൂ എക്സിൻ്റെ വാല്യൂ 5 സമമോ അല്ലെങ്കിൽ അതിനേക്കാളും താഴെയാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണിത്. ഇതെന്ന് പറയുന്നത് എക്സിൻ്റെ വാല്യൂ 10 ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ഈ എക്സ് ഈക്വൽ ടു 10 എന്നുള്ളത്. അതുപോലെ തന്നെ എയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 20 ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണിത്. അപ്പോൾ അതായത് സത്യം പറഞ്ഞാൽ ഈ എക്സ്പ്രഷൻസിൻ്റെ എല്ലാ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒന്നുകിൽ ട്രൂ ആയിരിക്കും അല്ലെങ്കിൽ ഫാൾസ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ട്രൂ അല്ലെങ്കിൽ ഫാൾസ് ഇങ്ങനെ ഔട്ട്പുട്ട് വരുന്ന എക്സ്പ്രഷൻസ് ആണ് നമ്മളിവിടെ ടെസ്റ്റ് കണ്ടീഷനായിട്ട് വെച്ചിരിക്കുന്നത്. അതിങ്ങനെ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിച്ച് നമുക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിച്ചുള്ള എക്സ്പ്രഷൻസ് നമുക്കിവിടെ ടെസ്റ്റ് കണ്ടീഷനായിട്ട് കൊടുക്കാം. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ വൈൽ എന്ന് എഴുതി ഈ ഒരു ടെസ്റ്റ് കണ്ടീഷൻ ഇവിടെ എഴുതും. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട്, ഈ ടെസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നതിൻ്റെ ആ എക്സ്പ്രഷൻ്റെ ഔട്ട്പുട്ട് ട്രൂ ആണ് എങ്കിലാണ് ഇതിൻ്റെ അകത്തുള്ള ഈ വൈൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അകത്തുള്ള ഇത്രയും സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അത് എത്ര സ്റ്റേറ്റ്മെൻറ്റ്സ് വേണോ കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രം കൊടുക്കാം, അങ്ങനെയാണെങ്കിൽ ഈ കേർലി ബ്രാക്കറ്റ് വേണ്ട. അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് ഇതിൻ്റെ അകത്ത് കേർലി ബ്രാക്കറ്റിൻ്റെ അകത്ത് റെപ്രസെൻറ്റ് ചെയ്യാം. ഈ കേർലി ബ്രാക്കറ്റിൻ്റെ അകത്ത് റെപ്രസെൻറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിനെ ലൂപ്പ് ബോഡി എന്നാണ് പറയുന്നത്. ഞാനിവിടെ 3 സ്റ്റേറ്റ്മെൻറ്റ്സേ കൊടുത്തിട്ടുള്ളൂ. എത്ര സ്റ്റേറ്റ്മെൻറ്റ്സ് വേണമോ കൊടുക്കാം, കുഴപ്പമില്ല. ഒരു സ്റ്റേറ്റ്മെൻറ്റേ ഉള്ളൂ എങ്കിൽ ഈ കേർലി ബ്രാക്കറ്റിൻ്റെ ആവശ്യമില്ല. സാധാരണ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആയിട്ട് നമ്മളിങ്ങനെ കൊടുക്കത്തില്ല, ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റ് എന്തായാലും കാണും. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ്സിനെ ലൂപ്പ് ബോഡി എന്നാണ് പറയുന്നത്. ഈ കേർലി ബ്രാക്കറ്റിൻ്റെ അകത്ത് കിടക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സുകളാണ് അത് റിപ്പീറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ആദ്യം ഇതിൻ്റെ എക്സിക്യൂഷൻ എങ്ങനെയെന്ന് പറഞ്ഞാൽ, ആദ്യം ഈ വൈൽ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് കാണുമ്പോൾ ഈ ടെസ്റ്റ് കണ്ടീഷൻ അത് എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്ന് നോക്കും. ഈ ടെസ്റ്റ് കണ്ടീഷൻ ഔട്ട്പുട്ട് ട്രൂ ആണ് എങ്കിൽ മാത്രം ഇതിൻ്റെ അകത്തുള്ള ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് മുകളിൽ നിന്ന് താഴോട്ട് എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെ ഒരു തവണ എക്സിക്യൂട്ട് ചെയ്തിട്ട് പിന്നെയും ആ കണ്ടീഷൻ അത് ചെക്ക് ചെയ്ത് നോക്കും. പിന്നെ ആ കണ്ടീഷൻ്റെ ഔട്ട്പുട്ട് ട്രൂ ആണ് എങ്കിൽ പിന്നെയും ഈ 3 സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ട് പിന്നെയും കണ്ടീഷൻ ചെക്ക് ചെയ്യും, അത് ട്രൂ ആണ് എങ്കിൽ പിന്നെയും അത് എക്സിക്യൂട്ട് ചെയ്യും. അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. എപ്പോഴെങ്കിലും ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ആവും. അങ്ങനെ ഫാൾസ് ആവുമ്പോൾ മാത്രം ആ സ്റ്റേറ്റ്മെൻറ്റ് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. പിന്നെ ഇതിൻ്റെ അകത്തുള്ള ലൂപ്പ് ബോഡിക്കകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് അത് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. എപ്പോഴാണോ കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ആവുന്നത് അവിടെ വെച്ച് ഈ വൈൽ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ വൈൽ ലൂപ്പ് സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് അത് നേരെ പുറത്തോട്ടിറങ്ങുക മീൻസ് ഈ കേർലി ബ്രാക്കറ്റിനും പുറത്തോട്ട്, ഈ ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റൊന്നും പിന്നെ എക്സിക്യൂട്ട് ചെയ്യത്തില്ല. അത് ഫുള്ള് സ്കിപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റ് അത് പിന്നെ എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഈ ടെസ്റ്റ് കണ്ടീഷൻ ഔട്ട്പുട്ട് ട്രൂ ആയിക്കണത്തോളം കാലം
എത്രത്തോളം തവണ ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. ആദ്യം ഇത് കണ്ടീഷൻ ചെക്ക് ചെയ്യും, ഔട്ട്പുട്ട് ട്രൂ ആണ് എങ്കിൽ അതിൻ്റെ അകത്തുള്ള ഈ ലൂപ്പ് ബോഡിക്കകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെയും അത് കണ്ടീഷൻ ചെക്ക് ചെയ്യും, ട്രൂ ആണോ എന്ന് നോക്കും. ട്രൂ ആണ് എങ്കിൽ വീണ്ടും എക്സിക്യൂട്ട് ചെയ്യും, പിന്നെ കണ്ടീഷൻ ചെക്ക് ചെയ്യും. അങ്ങനെ ആദ്യമേ എക്സിക്യൂട്ട് ചെയ്യപ്പോൾ ഈ ടെസ്റ്റ് കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോഴേക്കും ഔട്ട്പുട്ട് ഫാൾസ് എന്നാണ് വരുന്നതെങ്കിൽ അത് ഒരു തവണ പോലും ഇതിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. അതായത് ഏറ്റവും ആദ്യം ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പം കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, അപ്പോഴേ കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ആണ് എങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഒന്നും എക്സിക്യൂട്ട് ചെയ്യാതെ ഇത് മൊത്തം സ്കിപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പം ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ട്രൂ ആണെങ്കിൽ മാത്രം ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെയും കണ്ടീഷൻ ചെക്ക് ചെയ്യും. സത്യം പറഞ്ഞാൽ ഇവിടെ ഏതെങ്കിലും ഒരു പോയിന്റിൽ എത്രയെങ്കിലും തവണ റിപ്പീറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കണ്ടീഷൻ ഫാൾസ് ആവുന്ന രീതിയിലുള്ള എക്സ്പ്രഷൻസ് മാത്രമേ നമുക്കിവിടെ കൊടുക്കാനൊക്കത്തുള്ളൂ. അല്ലാതെ പ്രോഗ്രാം റൺ ചെയ്യുന്ന കാലത്തോളം അത്രത്തോളം കാലം ഇത് ഫുൾ ടൈം ഇൻഫിനിറ്റ് ടൈംസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയിലുള്ള എക്സ്പ്രഷൻസ് ഒന്നും നമുക്കിവിടെ കൊടുക്കാൻ സാധിക്കത്തില്ല. അതപ്പോഴേ എറർ കാണിക്കും. എത്രയെങ്കിലും തവണ ഇത് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ഈ കണ്ടീഷൻ്റെ ഔട്ട്പുട്ട് ഫാൾസ് ആവുന്ന രീതിയിലുള്ള എക്സ്പ്രഷൻസ് മാത്രമേ ഇതിൻ്റെ അകത്ത് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ ഇൻഫിനിറ്റ് ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്ന രീതിയിലൊന്നും നമുക്ക് ഈ പ്രോഗ്രാം റൺ ചെയ്യാൻ സാധിക്കത്തില്ല. റൺ ചെയ്യുന്നതിന് മുന്നേ തന്നെ കമ്പൈൽ എറർ കാണിക്കും. അപ്പോൾ എത്രയെങ്കിലും തവണ റിപ്പീറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ആവുന്ന രീതിയിലുള്ള എക്സ്പ്രഷൻസ് മാത്രമേ നമുക്കിവിടെ കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇവിടെ ഇപ്പോൾ നോക്കുക, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്ന കണ്ടീഷനാണ് ചെക്ക് ചെയ്യുന്നത് കരുതുക. അപ്പം എക്സിൻ്റെ വാല്യൂ മേ ബി തുടക്കത്തിൽ 0യോ 1ഓ 2ഓ ഒക്കെ ആയിരിക്കും. അപ്പോൾ അവിടെ വെച്ച് ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പം എക്സിൻ്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണ് എന്നുള്ള ഇത് മനസ്സിലാവും. അതായത് കണ്ടീഷൻ ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. എക്സിക്യൂട്ട് ചെയ്തിട്ട് പിന്നെയും എക്സിൻ്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യും. അത് ട്രൂ ആണ് എങ്കിൽ പിന്നെയും അത് എക്സിക്യൂട്ട് ചെയ്യും. സംഭവം ഒന്നെന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പം നിർബന്ധമായും എക്സിൻ്റെ വാല്യൂ മോർ ദാൻ 5 എത്തണം. അതായത് ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് എത്തിയിരിക്കണം. അങ്ങനെ എത്തുന്ന രീതിയിലുള്ള പ്രോഗ്രാംസ് മാത്രമേ നമുക്ക് റൺ ചെയ്യാനും ഒക്കെയുള്ളൂ. അപ്പോൾ എപ്പോഴെങ്കിലും എക്സിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 5 എത്തണം. 5ഉം പോരാ, ഗ്രേറ്റർ ദാൻ 5 എത്തിയാലേ ഇതിൻ്റെ ഔട്ട്പുട്ട് ഫാൾസ് ആവുകയുള്ളൂ. അപ്പോൾ അങ്ങനെ എക്സിൻ്റെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യാനുള്ള, എക്സിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റും കൂടെ ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കണം. എന്നാൽ മാത്രമേ എക്സിൻ്റെ വാല്യൂ ചേഞ്ച് ആവുന്നുള്ളൂ. അങ്ങനെ എക്സിൻ്റെ വാല്യൂ ചേഞ്ചായി ഏതെങ്കിലും ഒരു പോയിന്റ് എത്രയെങ്കിലും തവണ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും എക്സിൻ്റെ വാല്യൂ മോർ ദാൻ 5 ആവുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സും കൂടെ ഇതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്യണം. എന്നാൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് ഒരു പർട്ടിക്കുലർ എത്രയെങ്കിലും തവണ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും എക്സിൻ്റെ വാല്യൂ മോർ ദാൻ 5 ആവുകയും ഈ കണ്ടീഷൻ്റെ ഔട്ട്പുട്ട് ഫാൾസ് ആവുകയും ഈ വൈൽ സ്റ്റേറ്റ്മെൻറ്റ് ടെർമിനേറ്റ് ആവുകയും ചെയ്യുകയുള്ളൂ. അപ്പോൾ അങ്ങനെ കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് വരുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് മാത്രമേ ഇവിടെ കൊടുക്കാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ കാര്യം കൂടെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് വൈൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഒരു കണ്ടീഷൻ കൊടുത്തിരിക്കും, അതിൻ്റെ ഔട്ട്പുട്ട് ട്രൂ ആണെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ട് പിന്നെയും കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ ഔട്ട്പുട്ട് ട്രൂ ആണ് എങ്കിൽ പിന്നെ എക്സിക്യൂട്ട് ചെയ്യും. എപ്പോഴാണോ ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ആവുന്നത് അത്രയും തവണ അത് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഫാൾസ് ആവുന്നതും അവിടെ വെച്ച് അത് ടെർമിനേറ്റ് ചെയ്യും. പിന്നെ ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. ഫാൾസ് ആയ അവിടെ വെച്ച് ഈ വൈൽ ലൂപ്പ് ടെർമിനേറ്റ് ചെയ്തിട്ട് അതിൻ്റെ പുറത്തിറങ്ങി ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് വൈൽ സ്റ്റേറ്റ്മെൻറ്റ് വർക്കിംഗ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു സാമ്പിൾ പ്രോഗ്രാം നമുക്കിപ്പോൾ ചെയ്ത് നോക്കാം. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് മോഡ്യൂളിൽ അൽഗോരിതം പഠിച്ച സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു അൽഗോരിതമാണ്. അതിൻ്റെ പ്രോഗ്രാമാണ് നമ്മളിപ്പോൾ ഈ വൈൽ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് എഴുതാൻ പോകുന്നത്. ഇതെന്ന് പറയുന്നത് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പ്രോഗ്രാമാണ്. ഇതിൻ്റെ അൽഗോരിതം നമ്മൾ എഴുതിയായിരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ തന്നെ മാനുവലായിട്ടുള്ളത് എഴുതിയില്ലാന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല, പോട്ടെ. അപ്പോൾ ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പ്രോഗ്രാമാണ് ഈ വൈൽ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് എഴുതിയിരിക്കുന്നത്. ഇവിടെ എൻ്റർ ദി വാല്യൂ ഓഫ് n എന്ന് കൊടുക്കുന്നു. അപ്പോൾ നമ്മളൊരു ഇൻറ്റീജർ വാല്യൂ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ നമ്മളിവിടെ 5 ആണ് സാമ്പിളായിട്ട് എൻ്റർ ചെയ്തത്. അപ്പോൾ ഈ 5 ആണ് എൻ്റർ ചെയ്തതെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഫസ്റ്റ് 5 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മാണ് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടേണ്ടത്. ഫസ്റ്റ് 5 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം എന്ന് പറയുന്നത് 1 + 2 + 3 + 4 + 5. ഈ 5 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മാണ് 15 എന്നും പറഞ്ഞുകൊണ്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ദ സം ഓഫ് നമ്പേഴ്സ് അപ് ടു 5 ഈസ് എന്ന് പറഞ്ഞ് 15. ഇവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇല്ലേ? കാരണം നമ്മളിവിടെ ഫുൾ സ്റ്റോപ്പ് കൊടുത്തിട്ടില്ല, ഫുൾ സ്റ്റോപ്പ് ഇല്ല, അബദ്ധത്തിൽ വന്നു പോയതാണ്, സത്യം, അത് ഒഴിവാക്കാം. അപ്പം സം ഓഫ് നമ്പേഴ്സ് അപ് ടു 5 ഈസ് 15 എന്ന ഔട്ട്പുട്ട് വരും. അപ്പോൾ ഈ 15 എന്ന് പറയുന്ന വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിച്ചെടുക്കേണ്ടത്. 5 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ 15 എന്ന ഔട്ട്പുട്ട് കിട്ടണം. കാരണം 1 + 2 + 3 + 4 + 5 അതിൻ്റെ വാല്യൂ ആണ് 15 എന്ന് പറയുന്നത്. അങ്ങനെ ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പ്രോഗ്രാമാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആദ്യം n എന്ന് പറയുന്ന ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. നമ്മൾ ഈ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന വാല്യൂവിനെ സ്റ്റോർ ചെയ്യാനായിട്ട് n എന്ന് പറയുന്ന ഒരു ഇൻറ്റീജർ ക്രിയേറ്റ് ചെയ്തു. പിന്നെ i എന്ന് പറയുന്ന ഒരു വേരിയബിളും കൂടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വൈൽ സ്റ്റേറ്റ്മെൻറ്റ് അകത്ത് യൂസ് ചെയ്യാനായിട്ട് i എന്ന് പറയുന്ന വേരിയബിൾ അതിൻ്റെ ഇനിഷ്യൽ വാല്യൂ 1 ആയിട്ട് നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സം എന്ന് പറയുന്ന ഒരു വേരിയബിളും കൂടെ ക്രിയേറ്റ് ചെയ്തു. സം ആണ് നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ഇനിഷ്യൽ വാല്യൂ 0 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്തു.
അപ്പോൾ അങ്ങനെ 3 ഇൻറ്റീജർ ഡാറ്റ ടൈപ്പിലുള്ള വേരിയബിൾസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ആദ്യം എൻ്റർ ദി വാല്യൂ ഓഫ് എൻ എന്ന് ചോദിക്കുന്നു. ആ സമയത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുന്ന വാല്യൂവിനെ എൻ എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. ഇനി അടുത്തതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള പോർഷൻ എന്ന് പറയുന്നത്. ഇത് ഈ വൈൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് മെയിൻ ആയിട്ടുള്ള പോർഷൻ. നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അതിന് മുന്നേ പറയാം. ഇവിടെ ഇപ്പം സി ഔട്ട് എന്ന് എഴുതി ദ സം ഓഫ് നമ്പേഴ്സ് അപ് ടു, ഇവിടെ 5 എന്നാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അതിന് വേണ്ടിയാണ് ഡബിൾ കോട്ട്സിൻ്റെ അകത്ത് ദ സം ഓഫ് നമ്പേഴ്സ് അപ് ടു എന്ന് എഴുതി സ്പേസും കഴിഞ്ഞിട്ട് പിന്നെ ദ ഔട്ട്പുട്ട് ഓപ്പറേറ്റർ ഇട്ടിട്ട് ഞാൻ എൻ എന്ന് എഴുതിയത്. അതായത് ഈ എൻ എന്ന് പറയുന്ന ടേമിൻ്റെ അവിടെ അതിൻ്റെ വാല്യൂ, അതിൽ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ ആയിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നത്. നമ്മൾ 5 എന്നാണെന്ന് എൻ്റർ ചെയ്ത് കൊടുത്തത്, അതുകൊണ്ട് എൻ എന്ന് പറയുന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്യുന്ന 5 ആയിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നത്. എന്നിട്ട് വീണ്ടും ഔട്ട്പുട്ട് ഓപ്പറേറ്റർ ഇട്ടിട്ട് ഡബിൾ കോട്ട്സിൻ്റെ അകത്ത് സ്പേസ് ഇട്ട് ഈസ് സ്പേസ്. അപ്പോഴാണ് ഈ ഒരു സംഭവം നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് എന്നിട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്റർ ഇട്ട് സം എന്നും കൂടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആകുമ്പം സം എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്യുന്ന വാല്യൂയും കൂടെ ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. അപ്പോൾ അതിനാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആക്ച്വലി സം എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ ആണ് കണ്ടെത്താനുള്ളത്. നമ്മളിവിടെ 0 ആയിട്ടാണ് ഇനിഷ്യലൈസ് ചെയ്തത്. അതിൻ്റെ വാല്യൂ ആണ് നമ്മൾ ഇനി കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടെത്തേണ്ടത്. ഇവിടെ നമ്മൾ വൈൽ എന്ന് പറയുന്ന ലൂപ്പ് സ്റ്റാർട്ട് ചെയ്ത ആ ബ്രാക്കറ്റിൻ്റെ അകത്ത് നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുന്ന എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ എന്ന എക്സ്പ്രഷനാണ് കൊടുത്തിരിക്കുന്നത്. നമ്മളുടെ ഐയുടെ വാല്യൂ 1 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്തു. അപ്പോൾ അതായത് പ്രോഗ്രാം റൺ ചെയ്ത് തുടങ്ങുമ്പോഴേക്കും ഐയുടെ വാല്യൂ 1 തന്നെയായിരിക്കും, എന്നിൻ്റെ വാല്യൂ 5 ആയിരിക്കും. നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുത്ത 5 ആണല്ലോ, ആ എന്നിൻ്റെ വാല്യൂ 5 തന്നെയായിരിക്കും, അതിന് മാറ്റമില്ല. ഈ ഐയുടെ വാല്യൂ നമ്മൾ ഓരോ റിപ്പീറ്റേഷൻ കഴിയും തോറും, ഓരോ തവണ എക്സിക്യൂഷൻ ചെയ്ത് കഴിയുമ്പോഴേക്കും ഐയുടെ വാല്യൂ ഇങ്ങനെ ഇൻക്രീസ് ആയി വരും. നമ്മളുടെ ഐ പ്ലസ് ഐ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഈ വൈൽ ലൂപ്പിൻ്റെ അകത്ത് 2 സ്റ്റേറ്റ്മെൻറ്റ്സേ ഉള്ളൂ. അത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പ്ലസ് ഐ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റാണ്. ഇതെന്ന് പറയുന്നത് ഐയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് ഈ പ്ലസ് ഐ എന്ന് പറയുന്നത്. ഓരോ തവണ റിപ്പീറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യും തോറും ഐയുടെ വാല്യൂ ഓരോ യൂണിറ്റായിട്ട് ഇൻക്രീസ് ചെയ്ത് വരും. ഈ സ്റ്റാർട്ടിംഗ് ഫേസിൽ ഐയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 ആണ്. ഒരു തവണ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും ഐയുടെ വാല്യൂ 2 ആവും, പിന്നെ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴേക്കും ഐയുടെ വാല്യൂ 3 ആവും, അങ്ങനെ 4 ആവും, 5 ആവും. 5 ആയിട്ട് പിന്നെയും എക്സിക്യൂട്ട് ചെയ്ത് ഐയുടെ വാല്യൂ 6 ആവുമ്പോഴാണ് ഇവിടെ വെച്ച് ഈ കണ്ടീഷൻ ഇവിടെ എത്തപ്പോഴേക്കും ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ആവുകയും അത് അവിടെ ടെർമിനേറ്റ് ആവുകയും ചെയ്യുന്നത്. ഇതിൻ്റെ വർക്കിംഗ് എന്താണെന്ന് നമുക്ക് ഈ ഒരു ടേബിൾ വെച്ചിട്ട് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. ഇവിടെ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ എന്ന് കൊടുത്തിട്ടുണ്ട്. അതാണ് കണ്ടീഷൻ, ചെക്ക് ചെയ്യുന്ന കണ്ടീഷൻ. ഐയുടെ വാല്യൂ എന്നിന് ഈക്വൽ ടു ആണോ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്ന, ഐയുടെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്ന കണ്ടീഷനാണിത്. ഇവിടെ ഇപ്പം സ്റ്റാർട്ടിംഗ് ഫേസിൽ എന്താണെന്നല്ല ഐയുടെ വാല്യൂ 1 ആണ്. അപ്പോൾ ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് എന്തായാലും ട്രൂ തന്നെയായിരിക്കും. അങ്ങനെ ട്രൂ ആണെങ്കിൽ ഈ വൈൽ ലൂപ്പിൻ്റെ അകത്തുള്ള ഈ 2 സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് സം ഈക്വൽ ടു സം പ്ലസ് ഐ എന്നാണ്. സമ്മിൻ്റെ ഇനിഷ്യൽ വാല്യൂ എന്ന് പറഞ്ഞാൽ 0 ആണ്. സമ്മിൻ്റെ ഇനിഷ്യൽ വാല്യൂ 0 ആണ്. അതിൻ്റെ കൂടെ ഐയുടെ വാല്യൂ ആഡ് ചെയ്യും. ഐയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ സമ്മിൻ്റെ 0യുടെ 1 ആഡ് ചെയ്യുമ്പോഴേക്കും ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂഷൻ കഴിഞ്ഞു. ഇവിടെ ഇപ്പം 0 + 1 എന്ന് കൊടുക്കുമ്പോഴേക്കും സമ്മിൻ്റെ വാല്യൂ 1 ആവും. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഐയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യാനുള്ളതാണ്. അതായത് ഐയുടെ വാല്യൂ 1 യൂണിറ്റ് ആഡ് ചെയ്യുക. പ്ലസ് ഐ എന്ന് പറഞ്ഞാൽ അതാണ് ഞാനിവിടെ എക്സ്പാൻഡ് ചെയ്ത് ഐ ഈക്വൽ ടു ഐ + 1 എന്ന് പറയുന്നത്. അതായത് ആദ്യത്തെ സ്റ്റെപ്പിൽ ഐയുടെ വാല്യൂ 1ഉം സമ്മിൻ്റെ വാല്യൂ 0 ആയിരുന്നു. ഇതിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴും സം ഈക്വൽ ടു 0 + 1 എന്ന് കൊടുക്കും. അതായത് സമ്മ് 0 ആയിരുന്നു, 0 + 1 ഐയുടെ വാല്യൂ 1 ആയിരുന്നു. അപ്പോൾ 0 + 1 എന്ന് പോകുന്നു. ഐയുടെ വാല്യൂ 1 + ഐ + 1 എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് കൂടെ എക്സിക്യൂട്ട് ചെയ്യുന്നു. ഐയുടെ വാല്യൂ 1 യൂണിറ്റ് കൂടുന്നു. അത് കഴിഞ്ഞിട്ട് ഈ 2 സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തിട്ട് പിന്നെയും അത് കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ്. അപ്പം രണ്ടാമത് ഈ പോയിന്റിൽ ഐ എത്തപ്പോഴേക്കും ഐയുടെ വാല്യൂ 1ൽ നിന്ന് 2 ആയി. ഇവിടെ വെച്ച് ഇൻക്രിമെൻ്റ് ആയല്ലോ, അതുകൊണ്ട് ഐയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 2 ആയിരിക്കും. അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ആണോ എന്ന് നോക്കുമ്പം അത് യെസ് ആണ്. അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ട്രൂ ആണ്. അങ്ങനെയാണെങ്കിൽ പിന്നെയും ഇതിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ സം ഈക്വൽ ടു സം പ്ലസ് ഐ എന്ന് പറയും. ഇവിടെ ഈ സമയത്ത് രണ്ടാമത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ സമ്മിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. കാരണം കഴിഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൽ ഐയുടെ സമ്മിൻ്റെ വാല്യൂ 0 + 1 എന്ന് കൊടുത്തു. അപ്പോൾ അതായത് സമ്മിൻ്റെ വാല്യൂ 1 ആയി. ആ 1ൻ്റെ കൂടെയാണ് അടുത്ത ഐയുടെ വാല്യൂയും കൂടി ഇൻക്രിമെൻറ്റ് ചെയ്യുന്നത്. ഈ സമയത്ത് ഈ ഐയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 2 ആണ്. ഇവിടെ നമ്മൾ നേരത്തെ സ്റ്റെപ്പിൽ ഐയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ ചെക്ക് ചെയ്തപ്പോഴും ഐയുടെ വാല്യൂ 2 ആയിരുന്നു. ആ ഐയുടെ വാല്യൂ ആണ് നമ്മളിവിടെ വീണ്ടും ആഡ് ചെയ്യുന്നത്. അപ്പോൾ സമ്മിലേക്ക് ആഡ് ചെയ്യുമ്പോഴേക്കും 1 + 2 എന്ന് പറയും. സമ്മിൻ്റെ വാല്യൂ 1 ആയിരുന്നു, അതിൻ്റെ കൂടെ ഐയുടെ വാല്യൂ ആഡ് ചെയ്യുമ്പോഴേക്കും സം + 2 എന്ന് പറയും. അപ്പോൾ അതായത് 3. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ഐയുടെ വാല്യൂ പിന്നെ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. 2 എന്നുള്ളത് 3 ആവുന്നു. പിന്നെയും കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ട്രൂ ആണ്. വീണ്ടും ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇവിടെ സം ഈക്വൽ ടു സം പ്ലസ് ഐ എന്ന് പറഞ്ഞാൽ സമ്മിൻ്റെ വാല്യൂ 3 ആയിരുന്നു. നേരത്തെ പ്രീവിയസ് സ്റ്റെപ്പിൽ സമ്മിൻ്റെ വാല്യൂ 3 ആയി. അതിൻ്റെ കൂടെ ഇപ്പോഴത്തെ ഐയുടെ വാല്യൂ ആയ 3യും കൂടെ ആഡ് ചെയ്യുന്നു. അപ്പോഴത്തേക്കും സമ്മിൻ്റെ വാല്യൂ 6 ആവുന്നു. പിന്നെയും ഐയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നു. അങ്ങനെ പിന്നെയും അത് ഇവിടെ വെച്ച് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഐയുടെ വാല്യൂ 4 ആവുന്നു. 4 ആവുമ്പം കണ്ടീഷൻ ട്രൂ ആവുന്നു. ഇത് വീണ്ടും എക്സിക്യൂട്ട് ചെയ്യുന്നു. പിന്നെ ഐയുടെ വാല്യൂ 4 എന്നുള്ളത് 5 ആവുന്നു. ഇവിടെ വെച്ച് 4ൻ്റെ വാല്യൂ 5 ആവുന്നു.
പിന്നെയും കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോഴേക്കും പിന്നെയും ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ തന്നെയാണ്. ഇവിടെ ഐയുടെ വാല്യൂ 5 ആയാലും അത് ഈക്വൽ ടു എൻ ആണ്. അപ്പോൾ അതുകൊണ്ട് ഈ വീണ്ടും അത് കണ്ടീഷൻ ഔട്ട്പുട്ട് ട്രൂ ആവുന്നു. പിന്നെ സം അത് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഐയുടെ വാല്യൂ 5 ആയിരിക്കുമ്പോഴും സമ്മിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നു. സമ്മിൻ്റെ വാല്യൂ അപ്പോൾ ആ സമയത്ത് 10 ആയിരിക്കും. 10ൻ്റെ കൂടെ ഐയുടെ വാല്യൂ ആയ 5ഉം കൂടെ ആഡ് ചെയ്യുമ്പോഴേക്കും 15 എന്ന് വരും. പിന്നെയും ഐയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്ത് ഒരു യൂണിറ്റും കൂടെ കൂട്ടുമ്പോഴേക്കും ഐയുടെ വാല്യൂ 6 ആവുന്നു. ഇങ്ങനെ ഐയുടെ വാല്യൂ 6 ആയി, നേരത്തെ 5 ആയിരുന്നു, ഐയുടെ വാല്യൂ 6 ആയി. ഇങ്ങനെ 6 ആയതിനു ശേഷം പിന്നെയും കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ഇവിടെ വച്ച് ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ആവും. കാരണം ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ആണോ എന്ന് ചെക്ക് ചെയ്യുമ്പോൾ എന്നിൻ്റെ വാല്യൂ 5 ഉള്ളൂ, ഐയുടെ വാല്യൂ 6 ആയിപ്പോയി. അപ്പോൾ അതായത് ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ആവും. അങ്ങനെ ഫാൾസ് ആയ പിന്നെ ഇതിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തില്ല, അവിടെ വെച്ചത് ടെർമിനേറ്റ് ചെയ്യും. വൈൽ ലൂപ്പിൻ്റെ ആ സ്റ്റേറ്റ്മെൻറ്റ് അവിടെ വെച്ചത് ടെർമിനേറ്റ് ചെയ്യും. പിന്നെ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഒന്നും എക്സിക്യൂട്ട് ചെയ്യാതെ നേരെ പുറത്തുള്ള ഈ വൈൽ ലൂപ്പിന് പുറത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സി ഔട്ട് എന്ന സ്റ്റേറ്റ്മെൻറ്റ് എഴുതി ദ സം ഓഫ് നമ്പേഴ്സ് അപ് ടു ഇവിടെ 5 ആയിരിക്കും വരുന്നത്. ഈസ് എന്ന് പറഞ്ഞ് ആ സം എന്ന് പറയുന്ന വേരിയബിളിൽ ആ സമയത്ത് സ്റ്റോർ ചെയ്യുന്ന വാല്യൂ എന്താണോ അതായിരിക്കും ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ആ സമയത്ത് സ്റ്റോർ ചെയ്ത വാല്യൂ എന്തെന്ന് പറഞ്ഞാൽ 15 ആയിരുന്നു. ഇവിടെ 10 + 5 കൊടുത്ത് 15 ആയി. എന്നിട്ടാണ് ഐയുടെ വാല്യൂ 6 ആയതും പിന്നെ അത് കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോഴേക്കും ആ കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ആയത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ആ സ്റ്റെപ്പിൽ വെച്ച് അതിൻ്റെ പ്രീവിയസ് സ്റ്റെപ്പിൽ വെച്ച് സമ്മിൻ്റെ വാല്യൂ 15 ആയി. ആ 15 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. അങ്ങനെ ആദ്യത്തെ 5 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മ് നമുക്ക് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ 2 സ്റ്റേറ്റ്മെൻറ്റ്സ് റിപ്പീറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ അൽഗോരിതം നമ്മൾ എഴുതിയിട്ടുണ്ട്. ആ അൽഗോരിതത്തിൻ്റെ വീഡിയോ നിങ്ങളൊന്നും കൂടെ ഒന്ന് പ്ലേ ചെയ്ത് കാണുക. അത് കാണുമ്പോഴേക്കും അതിൻ്റെ ലോജിക്ക് എന്താണെന്ന് കിട്ടും. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് ഈ വീഡിയോ ഒന്നും കൂടെ കാണുകയാണെങ്കിൽ ഇതിൻ്റെ വർക്കിംഗ് എന്താണെന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഇവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഈ 2 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് റിപ്പീറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള കണ്ടീഷനാണ് ഇവിടെ മെൻഷൻ ചെയ്തത്. ഐയുടെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്തത്. അപ്പോൾ ഈ ഒരു എക്സ്പ്രഷൻ ബേസ് ചെയ്തായിരിക്കും ഈ 2 സ്റ്റേറ്റ്മെൻറ്റ് റിപ്പീറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്നതും അതിനനുസരിച്ച് സമ്മിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നതും. നമ്മുടെ ഈ പ്രോഗ്രാമിംഗ് ആദ്യമായിട്ട് പഠിക്കുന്ന ആൾക്കാർക്ക് ഈ വൈൽ ലൂപ്പിൻ്റെ അകത്ത് ഈ എക്സ്പ്രഷൻ എങ്ങനെയാണ് വന്നതെന്നും ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് എങ്ങനെയാണ് വന്നതെന്നും മനസ്സിലായി കാണത്തില്ലായിരിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഇതേ പ്രോഗ്രാം നമ്മൾ അൽഗോരിതം എഴുതിയിട്ടുണ്ട്. ആ അൽഗോരിതത്തിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് ഒന്നും കൂടെ കണ്ട് കാര്യമായിട്ട് മനസ്സിലാക്കുക. എന്നതിന് ശേഷം ഈ വീഡിയോ കാണുകയാണെങ്കിൽ കുറച്ചും കൂടെ കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ടും മനസ്സിലായില്ല എങ്കിലും കുഴപ്പമില്ല. കാരണം ഈ വൈൽ ലൂപ്പ് ഉപയോഗിച്ച് തന്നെ നമ്മൾ ഇനി 2-3 പ്രോഗ്രാംസും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അങ്ങനെ ആ 2-3 പ്രോഗ്രാംസും കൂടെ ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഈ ഇപ്പം ഡിസ്കസ് ചെയ്ത പ്രോഗ്രാം നിങ്ങൾക്ക് ഏകദേശം ഒന്ന് മനസ്സിലായി വരും. അങ്ങനെ കൂടുതൽ പ്രോഗ്രാംസ് ഡിസ്കസ് ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ ആദ്യം പഠിച്ച പ്രോഗ്രാംസിൻ്റെ മീനിങ് എന്തായിരുന്നു, ലോജിക്ക് എന്തായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലായി വരികയുള്ളൂ. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. അപ്പം ഇതാണ് വൈൽ ലൂപ്പ് എന്ന് പറയുന്ന അതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഇയർ നാച്ചുറൽ നമ്പേഴ്സ് കണ്ടെത്താനുള്ള പ്രോഗ്രാം. നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത ഒരു പ്രോഗ്രാം കൂടെ, സ്റ്റാൻഡേർഡ് പ്രോഗ്രാം കൂടെ ഡിസ്കസ് ചെയ്യാം. ഈ പ്രോഗ്രാം എക്സാമിന് വരാൻ സാധ്യതയുണ്ട്. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രോഗ്രാമാണ്, എല്ലാ ടെക്സ്റ്റ് ബുക്കിലുള്ള പ്രോഗ്രാം തന്നെയാണ്. ഇതുപോലെ തന്നെ വൈൽ ലൂപ്പ് ഉപയോഗിച്ചുള്ള ഇനിയും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള 2-3 പ്രോഗ്രാംസ് കൂടെ ഉണ്ട്. അതും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് നോക്കാം. അപ്പം ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ബാക്കി അടുത്ത വീഡിയോയിൽ. താങ്ക് യു.